സാധാരണ ഡിജിറ്റൽ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി റീച്ച് ഉണ്ടാകുമോ, എത്ര പേർ കാണുമോ എന്നൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ കുറേയധികം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ചെയ്യാറുണ്ട്. അതൊരു സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ ആമുഖം പറഞ്ഞത് ഷാനി പ്രഭാകർ എന്ന് പറയുന്ന പറയാതെ വയ്യ എന്ന് പറയുന്ന മലയാള മനോരമയുടെ ഒരു പരിപാടി കണ്ടു. അതിൻ്റെ ഒരു റീൽ ഇപ്പോൾ ഓടുന്നുണ്ട്. ആ റീലിൽ അവർ പറയുന്നു, നമ്മുടെ ബീഹാറിൽ 10,000 രൂപ കൊടുത്തു, ഇലക്ഷന് തൊട്ട് മുമ്പ് കൊടുത്തു. അത് തന്നെ തെറ്റാണ് ഷാനി. 10,000 രൂപ ആളുകൾക്ക് കൊടുക്കുകയല്ല ചെയ്തത്. അവിടെ SHGകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് 10,000 രൂപ 2 ലക്ഷം രൂപ വരെയുള്ള ധനസഹായം കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമപ്രവർത്തനങ്ങൾ പലതും പ്രഖ്യാപിച്ചു, കിറ്റ് കൊടുത്തു. ഇതൊന്നും ശരിയല്ല, അത് ക്ഷണികമാണ് എന്നുള്ളതാണ് ഷാനിയുടെ വാദം. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ജനാധിപത്യം തളർന്നു പോകും എന്നാണ് ഷാനിയുടെ മറ്റൊരു ഇടപെടൽ. ഷാനി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ജനാധിപത്യം മതേതരത്വത്തൊക്കെ പറഞ്ഞ് ഇന്ത്യ ഇങ്ങനെ പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ഒക്കെ തന്നെയാണ്. അവർക്ക് സാങ്കേതികമായും സാമൂഹ്യമായ സഹായം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോകക്ഷേമ കാഴ്ചപ്പാടാണ്. ആ ലോകക്ഷേമ കാഴ്ചപ്പാട് ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ ലോക രാജ്യങ്ങളിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷാനിയെ പഠിപ്പിക്കുന്നത് ശരിയല്ല. എന്നാലും ഷാനി പറയാതിരിക്കാൻ കഴിയില്ല, ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമുക്കിത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി മലയാള മനോരമയുടെ ഏതെങ്കിലും കോൺക്ലേവോ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ എളിയവനെ കൂടെ വിളിച്ചാൽ ഞാനും വന്ന് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ വളരെ വലുതാണ്, മെഡിസിൻ പരിപാടികൾ വളരെ വലുതാണ്. അതുപോലെ UK-യിൽ 66 വയസ്സ് മുതൽ ഉള്ള പെൻഷനുണ്ട്, നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ഉണ്ട്, പെൻഷൻ ക്രെഡിറ്റ് ഉണ്ട്. കാനഡയിൽ ഓൾഡ് ഏജ് സ്കീംസ് ഉണ്ട്, അതുപോലെ പെൻഷൻ പ്ലാൻ ഉണ്ട്. ഞാൻ ഓരോ രാജ്യമായിട്ട് പറയണം. ആസ്ട്രേലിയയിലാണെങ്കിൽ മീൻസ് ടെസ്റ്റ് ഉണ്ട്, ഇൻകവും അസറ്റും എല്ലാം നോക്കുന്നതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ സർക്കാർ 100% ഫണ്ട് കൊടുക്കുന്ന പരിപാടികളുണ്ട്, സൂപ്പർ ആനുവേഷൻ പരിപാടിയുണ്ട്, തൊഴിലുടമയുടെ ജീവനക്കാർ ചേർന്ന് സംഭാവന ചെയ്യുന്ന ഫോഴ്സ്ഡ് റിട്ടയർമെൻറ്റ് സർവീസ് ഉണ്ട്. ജപ്പാനിലാണെങ്കിൽ 20 മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് നിർബന്ധമായി അടയ്ക്കേണ്ടുന്ന തുകയുണ്ട്. അത് ജോലിയില്ലാത്തവർ എല്ലാവരും അടയ്ക്കണം, സർക്കാർ ജോലിയൊന്നുമല്ല അവിടെ പ്രധാനം. 65 വയസ്സ് മുതൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കും. പെൻഷൻ സ്കീമുണ്ട്. ജർമ്മനിയിലാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർ നിർബന്ധമായി അടയ്ക്കുന്ന പെൻഷനുണ്ട്. വിരമിച്ചാൽ വരുമാനത്തിൻ്റെ 48 മുതൽ 50% വരെ ലഭിക്കും. സോഷ്യൽ അസിസ്റ്റൻസ് പെൻഷനുണ്ട്. ഓരോ രാജ്യമാണ്. നോർവേയിലാണെങ്കിൽ ഏറ്റവും ശക്തമായ സാർവത്രികമായിട്ടുള്ള യൂണിവേഴ്സൽ പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് നോർവേയിൽ. എല്ലാ രാജ്യത്തും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കെങ്കിലും പെൻഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 10 രൂപ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. അടുത്ത ഫ്രാൻസിലെടുത്തോളൂ, ബേസിക് സ്റ്റേറ്റ് പെൻഷനുണ്ട്. ഫ്രാൻസിൽ എല്ലാ രാജ്യത്തും ഇത് കൊടുക്കുകയാണ്. വരുമാനവും സംഭാവന എന്നുള്ള പെൻഷനുണ്ട്. തൊഴിലിടത്തുള്ള പെൻഷനുണ്ട്. എത്ര ടൈപ്പ് പെൻഷനാണ് ആളുകൾ കൊടുക്കുന്നത്? ഏതെല്ലാം ടൈപ്പിലാണ് അവർ സാധാരണക്കാരനെ. അതുപോലെ വയസ്സായ ആളുകളുടെ സമ്പൂർണ്ണ ആരോഗ്യവും ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. സമ്പൂർണ്ണം. ഇവിടെ 5 രൂപയെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയാൽ 5 പൈസ വാങ്ങുന്നില്ല. പിന്നെ അന്താരാഷ്ട്ര പെൻഷൻ സംവിധാനമുണ്ട്. അമേരിക്ക, ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയ, നോർവേ, സിംഗപ്പൂർ, ജപ്പാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുണ്ട്. സിംഗപ്പൂരിലാണെങ്കിൽ കുറച്ചുകൂടി റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൂടുതലാണ്, മെഡിക്കൽ അക്കൗണ്ട് കൂടുതലാണ്. ഇങ്ങനെ തുടങ്ങി ലോകത്തിലെ, ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക, UK, കാനഡ, ആസ്ട്രേലിയ, ജർമ്മനി, നോർവേ, ഫ്രാൻസ്, സിംഗപ്പൂർ. ഏത് രാജ്യത്താണ് ഇതില്ലാത്തത്? എൻ്റെ പൊന്നു ഷാനി, നിങ്ങൾ എന്താണ് ഇത് വന്നിരുന്ന് പാവപ്പെട്ട മലയാളിയെ പറ്റിക്കുന്നത്? ChatGPT-യിലോ ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ ഒന്ന് കയറിയാൽ ഫിംഗർ ടിപ്പിൽ കൊച്ചുകുട്ടികൾക്കും ന്യൂജൻസിനും മുതിർന്നവർക്കും ഒന്ന് കൈയമർത്തിയാൽ കിട്ടുന്ന വിവരങ്ങളുള്ളപ്പോഴാണ് പറയാതെ വയ്യെന്ന്. വല്ലാത്ത വയ്യായിക തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അമേരിക്കയിൽ വളരെ വലുതാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ കൊടുക്കുന്ന, ജോലി നഷ്ടപ്പെടുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ആഴ്ച വേതനം. ഭക്ഷ്യക്കിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. സ്നാപ്പ് എന്ന് പറയുന്ന ഭക്ഷണ സഹായം, SNAP, സ്നാപ്പ് ഭക്ഷണ കിറ്റ്, കുട്ടികൾക്കുള്ള ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്, കുടുംബങ്ങൾക്കുള്ള വാർഷികാന്തമായിട്ടുള്ള റീഫണ്ട്, UK-യിൽ ആരോഗ്യ സംരക്ഷണം, തൊഴിലില്ലായ്മ, കുട്ടികൾ വാടക സഹായം കൊടുക്കുന്നേ, ഹൗസിംഗ് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്. ആസ്ട്രേലിയയുടെ ഞാൻ പറഞ്ഞു, കാനഡ പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു. ഇനി നിങ്ങൾ എപ്പോഴും പറയുന്ന രാജ്യമാണ് നോർവേയും ഫിൻലാൻഡും. അവിടെ സന്തോഷം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യമാണെന്ന് മനോരമയും ഒക്കെ ധാരാളം വലിയ തള്ളുമായിരുന്നു നമ്മുടെ കോൺക്ലേവിലൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തള്ളുമ്പോൾ ഇത് മനസ്സിലാക്കുക. അവിടെ എന്തൊക്കെ കൊടുക്കുന്നു? ആരോഗ്യ സംരക്ഷണം നോർവേയിൽ യൂണിവേഴ്സലാണ് ആക്സസ്. സിക്നെസ്സിന്, അൺഎംപ്ലോയ്മെൻറ്റിന് അതും അവർ അഡ്രസ്സ് ചെയ്യുന്നു. കുടുംബത്തിന് ചൈൽഡ് ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട്. എന്തെല്ലാം തരത്തിലാണ് ഒരു സമൂഹത്തെ. ഫ്രീ എഡ്യൂക്കേഷനാണ്, പഠനം ഫ്രീ ആണ്.
ഇവിടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് രൂപ വേണം ചങ്ങാതി? എന്ത് വിവരക്കേടാ നിങ്ങൾ ഇരുന്ന് പറയുന്നേ? മാതൃത്വം, അതുപോലെ മാതൃത്വത്തിന് വേണ്ടി പെയ്ഡ് പേരൻ്റൽ ലീവ് 49 മുതൽ 50 ആഴ്ച വരെ പെയ്ഡ് ലീവാണ്. ഗർഭിണിയായാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ലീവ്. ക്ഷേമമാണെന്നേ, മനുഷ്യൻ്റെ ക്ഷേമമാണ് പ്രധാനമെന്നേ. ഇത് പറയുമ്പോൾ നിങ്ങൾ കിടന്നിട്ട് ഗിഫ്റ്റ് മണി എന്ന് പറഞ്ഞ് ഞാൻ കിറ്റിലേക്ക് വരാൻ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ സിംഗപ്പൂരിൽ CPF എന്ന് പറയുന്ന സംവിധാനം, പിന്നെ നോർവേയിലെ കാര്യം പറഞ്ഞു. ഇനി ഫിൻലാൻഡ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ അപ്പോസ്തലന്മാരാണ്. എന്തുകൊണ്ടാണ് ഫിൻലാൻഡിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നത്? എന്തുകൊണ്ടാണ് അവിടെ മതമില്ലാത്തത്? ആളുകൾ അമ്പലങ്ങളിൽ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? സോഷ്യൽ സെക്യൂരിറ്റി മുഴുവൻ ഗവൺമെൻറ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ പാവപ്പെട്ടവനെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയണ്ടേ? എന്തെങ്കിലും തന്നെ ആറ്റുകാൽ പോയി പൊങ്കാലിട്ടാൽ മക്കളെ കല്യാണം നടക്കുമെങ്കിൽ അവിടെ കല്യാണം നടത്താൻ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നേ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ, അപ്പോൾ ചോദിക്കും ഇന്ത്യക്ക് കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കാൻ ഇന്ത്യയുടെ പൈസ ഉണ്ടോ? ഈ 140 കോടിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും? ഇനി അങ്ങനെ എന്തെങ്കിലും ഡോളോ ഗിഫ്റ്റോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് ജനാധിപത്യം തളർന്നു പോയി. കൊടുത്താൽ തളർന്നു പോയി, കൊടുത്തില്ലെങ്കിൽ വേറെ കുറ്റം. പട്ടിണി കിടന്നാൽ അതും പൊക്കിക്കൊണ്ടുവരും നിങ്ങൾ. എന്തെങ്കിലും പൈസ 6000 രൂപ കർഷകന് കൊടുത്തപ്പോൾ അതും പൊക്കിക്കൊണ്ടുവരുന്നു. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഒരിക്കലും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ പെൻഷൻ സമ്പ്രദായത്തെക്കുറിച്ച് ഞാനിനി പറഞ്ഞുകൊണ്ടിരുന്ന ഭ്രാന്ത് വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അടുത്ത നോർവേയിൽ എന്നാണ് പിടിച്ചു തരാം കേട്ടോ. നോർവേ എന്ന് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സഹായം, വയോജനക്ഷേമം, ഇങ്ങനെ ഓരോന്നുണ്ട്. വനിതകൾ, യുവതികൾ, കുട്ടികൾ, പിന്നെ യുവാക്കൾ, പിന്നെ ദാരിദ്ര്യവിരുദ്ധ പരിപാടികൾ, ഇങ്ങനെ കുറേ വന്ന് ഇനി ഫിൻലാൻഡിലെ കഥയിലോട്ട് വരാം. ഫിൻലാൻഡിൽ യൂണിവേഴ്സൽ വെൽഫെയർ എന്നാണ് അവർ ഇട്ടിരിക്കുന്ന പേര് തന്നെ. യൂണിവേഴ്സൽ, സാർവത്രികമായ ക്ഷേമം, സകല ആളുകൾക്ക് ക്ഷേമം. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, പേര് തന്നെ നോക്കൂ, യൂണിവേഴ്സൽ. ഫ്രീ, വലിയ ശസ്ത്രക്രിയ ആശുപത്രിയിലെ സേവനം ഫ്രീ ആണ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവാണ്. ചെറിയ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. വിദ്യാഭ്യാസത്തിൽ പൊതു സംവിധാനമേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് പൊതു സംവിധാനമേ ഉള്ളൂ, ഫ്രീ ആണ്. പിന്നെ ആളുകൾ ദൈവത്തിൽ പോയി വിശ്വസിക്കുമോ? മതത്തിൻ്റെ പുറകെ നടക്കുമോ? ഹാപ്പിനെസ് വരും അവിടെ. ഇന്ത്യയിൽ അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾക്ക് ചില ഗിഫ്റ്റ് കൊടുക്കും, ചില വിഭാഗത്തിന്, വീക്കർ വിഭാഗത്തിന്. അത് ഇലക്ഷൻ മുമ്പ് കൊടുക്കണോ ഇലക്ഷന് ശേഷം കൊടുക്കണോ എന്നുള്ളതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിച്ചോളും. കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്നതിനെ നന്മയായിട്ടല്ലേ കാണേണ്ടത്. വിദ്യാഭ്യാസം സ്കൂൾ മുതൽ സർവകലാശാല വരെ ഫ്രീ ആണ്, 100%. PhD വരെ ഫ്രീ. ഇവിടെ ഒരാൾ, ഞാൻ PhD എടുത്ത ആളാണ്, PhD എടുക്കണം എത്ര ലക്ഷം രൂപ ആണ്? പിന്നെ എന്നിട്ട് ഇവിടെ ജാതി മതം എന്തൊക്കെയാണ് അവിടുത്തെ PhDക്ക് കേൾക്കുന്നത്? ഗൈഡുമാർ എത്ര രൂപയാണ് വാങ്ങുന്നത്? എൻ്റെ തന്നെ വാങ്ങിച്ചില്ല, എൻ്റെ സൂപ്പർവൈസറിന് ഒരു പൈസ പോലും മാറ്റില്ല, ചായ പോലും മാറ്റി കൊടുത്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയാണ് ഗൈഡുമാർ വാങ്ങുന്നതും സൂപ്പർവൈസർമാർ വാങ്ങുന്നതായിട്ട് ഇവിടെ കേൾക്കുന്ന കഥകൾ. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ തമിഴ്നാട്ടിൽ പോയി PhD ചെയ്തു. എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നത്? ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കും. അത് ഒപ്പിടുന്നതിന്, ഇത് ഒപ്പിടുന്നതിന്, ഒപ്പിടുന്നതിന്, സിനോപ്സിസ് ഒപ്പിടുന്നതിന്, ഇങ്ങനെ പൈസ ചോദിക്കും. ഓരോ രാജ്യത്തും ചോദിക്കും, എല്ലായിടത്തും ചോദിക്കും, കേരളത്തിലും ചോദിക്കും. അങ്ങനെ വാങ്ങുന്നത് ഞാൻ തമിഴ്നാട് ഉദാഹരണം പറഞ്ഞത്. എല്ലായിടത്തും മേടിക്കും, കേരളത്തിലും മേടിക്കും, എല്ലാ സ്ഥലത്തും മേടിക്കും. തൊഴിലില്ലായ്മ, ജോലി നഷ്ടപ്പെട്ടാൽ മുൻ ശമ്പളത്തിൻ്റെ 60 മുതൽ 70% വരെ പൈസ കൊടുക്കും. കേട്ടാൽ അത്ഭുതം തോന്നുന്നു. എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ്, വയോജനക്ഷേമം, നാഷണൽ പെൻഷനാണ്. എല്ലാവർക്കും നാഷണൽ പെൻഷനുണ്ട്. എല്ലാവർക്കും ഏണിംഗ് റിലേറ്റഡ് പെൻഷൻ, അതുകൊണ്ട് നാഷണൽ പെൻഷനും ഉണ്ട്, എല്ലാവർക്കും പെൻഷനുണ്ട്. ലോങ് ടൈം കെയറുകൾ, കുടുംബങ്ങൾക്ക് കുട്ടികൾക്കുള്ള സഹായം, ചൈൽഡ് ബെനിഫിറ്റ്, പേരൻ്റൽ ലീവ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമ്മയ്ക്കും അപ്പനും അമ്മ ഗർഭിണിയായാൽ, ഒരു സ്ത്രീ ഗർഭിണിയായാൽ 14 മാസമാണ് ലീവോട് ശമ്പളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം. 14, 12, ഒരു വർഷത്തിൽ കൂടുതൽ 14 മാസം അമ്മയ്ക്കും അപ്പനും ഒരുമിച്ച് ലീവ്, പെയ്ഡാണ് ലീവ്. വിവാഹമില്ലാത്ത ദമ്പതികൾക്ക് തുല്യാവകാശം, വിവാഹത്തിലുള്ള ദമ്പതികൾക്കും തുല്യാവകാശം. ഹൗസിങ്, കുറഞ്ഞ വരുമാനമുള്ളവർ വാടകയുടെ ഒരു ഭാഗം, അവിടെ എങ്ങാനും പോയി ജീവിച്ചാൽ മതിയായിരുന്നു ഷാനി. വാടകയുടെ ഒരു ഭാഗം കൊടുക്കുന്നേ സർക്കാർ. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഹൗസിംഗ് സപ്പോർട്ട്, സോഷ്യൽ അസിസ്റ്റൻസ്, ദരിദ്രർക്ക് നൽകുന്ന മിനിമം ഇൻകം ഗ്യാരണ്ടി, ഭക്ഷണ ബില്ലുകൾ, മരുന്നുകൾ, വാടക, എല്ലാ സർക്കാർ സഹായം. ഡിസബിലിറ്റി ബെനിഫിറ്റ്, ശാരീരിക മനസ്സുള്ളവർക്ക് മന്ത്ലി അലവൻസ്. ഇത് പറഞ്ഞു വന്നാൽ നമുക്ക് ഭ്രാന്ത് വരും. ഫ്രീ അസിസ്റ്റീവ് ഡിവൈസസ്, വീൽ ചെയർ, ഹിയറിംഗ് എയ്ഡ്, ഹോം എക്യുപ്മെൻറ്റ്, പെൻഷൻ അസിസ്റ്റൻറ്റ് സേവനം, പബ്ലിക് ട്രാൻസ്പോർട്ട്. വിദ്യാർത്ഥി വയോജനങ്ങൾക്ക് 70% വരെ സബ്സിഡി. യൂണിവേഴ്സൽ ബേസിക് ഇനീഷ്യേഷൻ, ലോവസ്റ്റ്. അതുകൊണ്ട് അവിടെ കറപ്ഷൻ കുറവാണ്. ഹയസ്റ്റ് ആയിട്ടുള്ള ഈക്വാളിറ്റി ഉണ്ട്, ബെസ്റ്റ് എഡ്യൂക്കേഷനാണ്, സോഷ്യൽ പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്.
ജനങ്ങൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നതെന്ന് കുറയും. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖല എടുത്താൽ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, കുട്ടികളുടെ ക്ഷേമം, വാസസ്ഥലം, ദാരിദ്ര്യ പരിപാടികളൊക്കെ എടുത്താൽ വളരെ 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 വലിയ മോഡലാണ് ഫിൻലാൻഡ് നമുക്ക് നൽകുന്നത്. ആ മോഡലിൻ്റെ പിന്നെ ഫ്രീ എഡ്യൂക്കേഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നഴ്സറി മുതൽ PhD വരെ ഫ്രീ, ഞാൻ പറഞ്ഞതാണ്. ഇനി കേരളത്തിലേക്ക് വരാം. കിറ്റ് കൊടുത്തു പിണറായി വിജയൻ, തെറ്റാണോ? പ്രളയം വന്നിവിടെ ആളുകൾ രണ്ടറ്റവും പൊട്ടി മോശമായി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു സഹായം കൊടുക്കണ്ടേ? ഒരു ഭരണകൂടം, കോവിഡ് വന്നു, ഒരു ഭരണകൂടം സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും അത് ക്ഷണികമാണ്. അങ്ങനത്തെ സഹായം കൊടുത്തേ പറ്റൂ. അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ചിലപ്പോൾ അവർക്ക് കിട്ടും, അത് വേറെ കാര്യം. അത് രണ്ടായിട്ട് ചർച്ച ചെയ്യണം. പൊളിറ്റിക്കൽ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് ഇത് ക്ഷണികമാണെന്ന് പറഞ്ഞ് ജനാധിപത്യം തളർന്നു പോയെന്നൊന്നും പറയരുത്. ജനാധിപത്യത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ആളുകൾ നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല വായുവും നല്ല വെള്ളവും കുടിക്കുകയും തൻ്റെ സർക്കാർ, തൻ്റെ ഗവൺമെൻറ്, അത് പഞ്ചായത്തായാലും, പഞ്ചായത്ത് ഇപ്പോൾ ഗവൺമെൻറ് ആണല്ലോ, തദ്ദേശ സ്വയംഭരണമാണല്ലോ, പഞ്ചായത്തായാലും സ്റ്റേറ്റായാലും രാജ്യമായാലും തൻ്റെ ഗവൺമെൻറ് തൻ്റെ സുരക്ഷയ്ക്കുണ്ടെന്ന് കൊച്ചു കുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺ വരെയുള്ള എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ് ഭരണകൂടത്തിൻ്റെ വെൽഫെയർ മെഷേഴ്സ്. അതിലേക്ക് പോവുകയാണ് ഭാരതം. അതുകൊണ്ട് ആളുകൾക്ക് പൈസ കൊടുക്കട്ടെന്നേ. ലോകത്തെല്ലാ രാജ്യത്തും കൊടുക്കുന്നുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള നോർവേയിൽ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷാനി, പറയാതെ വയ്യ, പറഞ്ഞ് ചൊറിയിക്കരുത്.